അത്താഴത്തിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. മുമ്പേ നിങ്ങളിത് കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യം തന്നെ ഒരു 5-6 അണ്ടിപ്പരിപ്പും പിന്നെ അതേപോലെ തന്നെ ബദാമും അങ്ങനെ ചെറുതാക്കി മുറിച്ചെടുത്തതാണ്. അത് കുറച്ച് കുറഞ്ഞു പോയി തോന്നിയപ്പോൾ വീണ്ടും ഇട്ടിട്ടുണ്ടായി കേട്ടോ. പിന്നെ അതാ ഒരു 3 നല്ല അടിപൊളി കാരക്ക എടുത്തിട്ട് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുരുവൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം. ഓവർനൈറ്റ് ഓട്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിനായിട്ട് ഇതാ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്, 2 ആൾക്കുള്ള അളവാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ 4 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓട്സാണ് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഓട്സിൽ തന്നെ ഫൈബർ ഉണ്ട്, അതുകൊണ്ട് തന്നെ ചിയാ സീഡ് ഞാൻ ഒരു 2 ടീസ്പൂണാണ് ഇട്ട് എടുത്തത്. ഇതിലും ഫൈബറും ഉണ്ട്, പിന്നെ മറ്റുള്ളതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫൈബർ കൂടിപ്പോണ്ടായി വെച്ചിട്ടാണ് ചിയാ സീഡ് കുറച്ചെടുത്തിട്ടുള്ളത്. ഇതാ ഈ ഒരു സ്പൂണിൻ്റെ അളവാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മുറിച്ചെടുത്തിട്ടുള്ള കാരക്ക, അതായത് ഈന്തപ്പഴം, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതാ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അത് നട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ 1.5 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ബോക്സ് ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിക്കുന്നത്. തലേന്ന് രാത്രി സൂക്ഷിച്ച് വെച്ചിട്ട് പുലർച്ചെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്താണ് ബാക്കി ഫ്രൂട്ട്സൊക്കെ ചെറുതാക്കി നുറുക്കി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എന്താണെന്ന് വെച്ചാൽ അതിൽ ചേർക്കാവുന്നതാണ്. പിന്നെ പിറ്റേന്ന് നമ്മൾ പുലർച്ചയ്ക്ക് അത്താഴം കഴിക്കാൻ വേണ്ടി എണീറ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തണുപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇതായ കാക്കനെ കൊണ്ട് ആപ്പിളും പിന്നെ ഈ റോബസ്റ്റ പഴമാണ് കേട്ടോ ഞാൻ ചെറുതാക്കി നുറുക്കിയെടുക്കുന്നത്. ഈ കാക്ക നല്ല ചെറുതാക്കി മുറിക്കും, അതുകൊണ്ടാണ് കാക്കനെ ഏൽപ്പിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ച അത്ര ചെറുതായില്ല കേട്ടോ. ആപ്പിൾ കയ്യിലുള്ളതുകൊണ്ടുമാണ് കേട്ടോ മെയിനായിട്ട് ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചത്. പിന്നെ അതേപോലെ തന്നെ റോബസ്റ്റ പഴം പിന്നെ ഡെയിലി ഇവിടെ ഉണ്ടാവും. ഇതിലും ചെറുതാക്കി നുറുക്കണം കേട്ടോ, അത് ഇത്തിരി വലുതായി പോയിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിൽ പിന്നെ ഇതേപോലത്തെ ഐറ്റംസ് ഒക്കെ നല്ലോണം പോകും കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്, ആരും കഴിക്കാനൊന്നും മടി കാണിക്കാറില്ല. പിന്നെ അതേപോലെ സൂപ്പ്, സാലഡ്സ് ഒക്കെ ഇവിടെ വെറൈറ്റി ആയിട്ട് നമ്മൾ ഓരോന്നും ട്രൈ ചെയ്യലുണ്ട്. പിന്നെ ആ ആപ്പിള് നുറുക്കിയത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ റോബസ്റ്റ പഴമാണ് കേട്ടോ ചെറുതാക്കി മുറിക്കുന്നത്. ക്യാരറ്റോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും നല്ല നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്തോണ്ടി. ഇതൊക്കെ കൂടി കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നല്ല ഫില്ലാവും കേട്ടോ. വേറെ ഒന്നും ഹെവി ആയിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളധികം ഈ അത്താഴത്തിനൊക്കെ ലൈറ്റായിട്ടാണ് കഴിക്കാറ്, കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമാണ്. ഹെവി ഫുഡൊന്നും ഇവിടെ ആർക്കും പോകില്ല. ചോറൊന്നും വലിയ അത്ര പ്രിയമില്ല കേട്ടോ നോമ്പായതുകൊണ്ട് തന്നെ. പിന്നെ അതാ നുറുക്കിയിട്ടുള്ള ആ ഒരു റോബസ്റ്റ പഴം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പാത്രം നിറഞ്ഞ് കവിയാനായിട്ടുണ്ട് കേട്ടോ, വലിയ പാത്രം എടുക്കേണ്ടിനി. ഈ നമ്മൾ 2 ആൾക്കും കൂടിയാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ മറ്റുള്ള എല്ലാ സാധനങ്ങളും വാരി വലിച്ച് തിന്നുന്നതിന് പകരം ഇതേപോലത്തെ നമ്മുടെ ഹെൽത്തിന് ഉപയോഗമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒന്ന് നല്ലതാണ്. പിന്നെ ഇതിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാനൊന്നും ഇല്ലല്ലോ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. പിന്നെ അതാ ഞങ്ങൾ 2 ആളും കഴിക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.